എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് 2.1 ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലിനി കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളത് പറഞ്ഞുതരാം. കുറച്ച് അതായത് വേർഡ് പ്രോബ്ലം പോലെയുള്ളത് കൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ എക്സാമ്പിൾ 5 വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വാട്ട് ഷുഡ് ബി ആഡഡ് ടു ട്വൈസ് ദ റേഷൻ നമ്പർ -7/3 ടു ഗെറ്റ് 3/7. അതായത് നമ്മുടെ റേഷൻ നമ്പർ ഇവിടെ -7/3 ആണ് തന്നിട്ടുള്ളത്. ഈ റേഷൻ നമ്പറിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 3/7 കിട്ടുക? ടു ഗെറ്റ് 3/7 എന്നാണ് പറയുന്നത്. ടു ഗെറ്റ് 3/7. അപ്പൊ നിങ്ങൾ ഇത് ഇക്വേഷൻ എങ്ങനെയാണ് ആക്കുന്നത് എന്നുള്ളത് ഒന്ന് ചെയ്ത് നോക്കണം. അതായത് ഒരു റേഷൻ നമ്പർ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 3/7 കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല. അപ്പൊ എക്സ് ഈ റേഷൻ നമ്പറിന്റെ കൂടെ ഇതിന്റെ ട്വൈസിന്റെ കൂടെയാണ്. അതായത് വാട്ട് ഷുഡ് ബി ആഡഡ് ടു ട്വൈസ് ദ റേഷൻ നമ്പർ. ഇതിന്റെ ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 × -7/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -14/3 ആണ്. അപ്പൊ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 3/7 കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ വന്നത് കണ്ടില്ലേ? ട്വൈസ് ദ റേഷൻ നമ്പറിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 3/7 കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എക്സ് ആണ് കാണുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 3/7 + 14/3. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? രണ്ടിലും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ LCM കണ്ടുപിടിക്കും അല്ലെ? 7 × 3 എന്ന് പറഞ്ഞാൽ 21 ആണ് LCM. 21 LCM ആയാൽ ഇത് 21 ആവാൻ എത്ര കൊണ്ട് ഇവിടെ ഇപ്പൊ ഇത് തന്നെ വന്നതുകൊണ്ട് നമുക്കറിയാം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 21 വരിക. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 21 കിട്ടുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും അല്ലെ? അതിന് നമ്മൾ ഒരുമിച്ച് എഴുതുക. 21 താഴെ ഡിനോമിനേറ്ററിൽ വരുന്നത് ഒരുമിച്ച് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ആയി. പ്ലസ് ഇതിനെ നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 21 ആവുക. അപ്പൊ 14നെ നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 98. 107/21. 107/21 ആണ് അതിന്റെ ആൻസർ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് പഠിക്കുക. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് പോകുമ്പോൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 7 × 3 21. ഇതിനെ 21 ആവാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആ നമ്പർ കൊണ്ട് മേലെ മൾട്ടിപ്ലൈ. ഇവിടെ 7 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 21 വരിക. ആ 3 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 9 കിട്ടി. അതുപോലെ ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 21 ആവുക. അപ്പൊ ആ 7 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ. എന്നിട്ട് 107/21. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ്, പെരിമീറ്റർ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ 6 ആണ്. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 13 cm. വിഡ്ത്ത് ഇറ്റ്സ് വിഡ്ത്ത് ഈസ് 2/3, അതായത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2/3/4. 2/3/4 cm. ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് ലെങ്ത് ആയതുകൊണ്ട് ലെറ്റ് ദ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ബി എക്സ് ആയിട്ട് എടുക്കുക. എക്സ് സെന്റിമീറ്റർ ആണ് ലെങ്ത് ഓഫ് റെക്ടാംഗിൾ. നമുക്ക് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് എന്താണ്? 2/3/4 ആണ്. 2/3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. അതായത് 2 × 4 8. 8 + 3 11. 11/4 എല്ലാം അറിയുന്നതായിരിക്കും. 2 × 4 8. 8 + 3 11. 11/4 ആണ് ബി എന്നുള്ളത്. ഇവിടെ നമുക്ക് പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2 × L + B ആണ് റെക്ടാംഗിളിന്റെ പെരിമീറ്റർ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L + B ആണ്. അപ്പൊ ആ 2 × L + B ആണ് എത്രയാണ് തന്നിട്ടുള്ളത്? 13 തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 × L എന്തായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ്? 11/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B 11/4 = 13.
ഇനി നിങ്ങൾ ഈ 2നെ ഉള്ളിലേക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇവിടെ ഇൻറ്റു അല്ലേ, ഈ ബ്രാക്കറ്റ് ഇട്ടാൽ അതിനർത്ഥം ഇൻറ്റു എന്നാണ്. ആ ഇൻറ്റു ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, ഡിവിഷൻ. അതായത് ഇവിടെ ഇൻറ്റു ആണെങ്കിൽ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയി. അപ്പോൾ എക്സ് പ്ലസ് 11/4 ഈക്വൽ ടു 13/2. നമുക്ക് കാണേണ്ടത് എന്താണ്, എക്സ് ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ ആണ് കാണുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 13/2 മൈനസ് 11/4. ഇവിടെ നമുക്ക് LCM, അതായത് 4 ആണ് LCM. 2 × 4 8 എടുക്കേണ്ട കാര്യമില്ല, കാരണം 2 × 2 4 ആയി. ഇതിനെ മാത്രം നമ്മൾ മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ LCM 4. ഇത് 4 ആവണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ 2 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 13 × 2 എന്ന് പറയുന്നത് എന്താണ്, 26. 26 മൈനസ് ഇവിടെ 4 തന്നെയാണ് ഉള്ളത്, അപ്പോൾ അതിനെ നമുക്ക് മാറ്റേണ്ട കാര്യമില്ല അല്ലാതെ. അപ്പോൾ എന്ത് വന്ന് 26 11 മൈനസ് ചെയ്യുക, 5 15. 15/4. ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ എന്താണെന്ന് നമുക്ക് കിട്ടിയത് 15/4. 15/4 നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ QR, അതായത് ഇതുപോലെ ബ്രെഡ്ത്ത് ഇങ്ങനെ തന്നതുകൊണ്ട് ഇതിലേക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതുക, 15/4 ഇല്ലേ, 15/4 നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4 4 16, 4 പോവില്ല, 4 3s 12, 3. അപ്പോൾ ഇത് കോഷ്യൻ ഇങ്ങനെയാണ് അതിനെ ഇത് എഴുതുന്നത്. അറിയില്ലെങ്കിൽ ചെയ്തിട്ടില്ലേ കുഴപ്പമില്ല. കോഷ്യൻ എന്നാണ് 3, റിമൈൻഡർ എന്നാണ് 3, ഡിവൈസർ എന്താണ് 4. ഇവിടെ എഴുതുന്നത് ഇവിടെ എഴുതുന്നത് റിമൈൻഡർ, R എന്ന് പറഞ്ഞാൽ റിമൈൻഡർ, പിന്നെ ഡിവിഡൻഡ് ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെയായി. ഒന്നുമില്ലെങ്കിൽ ഇതിൽ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതുക. അപ്പോൾ ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 15/4. ഇനി നമുക്ക് അതിൽ എക്സാമ്പിൾ 7 നോക്കാം. എക്സാമ്പിൾ 7 എന്താ പറയുന്നത്, ദ പെർസെൻറ്റേജ് ഓഫ് Shahil's mother is 3 times the present age of Sahil. After 5 years, their ages will add to 66 years. Find their present ages. അപ്പോൾ ഇവിടെ present age of എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ആരുടെ ഏജിനെ കമ്പയർ ചെയ്തിട്ടാണോ പറയുന്നത് അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കണം. ഇവിടെ പ്രസന്റ് സാഹിലിന്റെ മദറിന്റെ ഏജ് 3 times the present age of സാഹിൽ. അപ്പൊ ഇങ്ങനെ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ പ്രസന്റ് ഏജ് ഓഫ് സാഹിൽ നമ്മൾ എന്തായിട്ട് എടുക്കുക, ലെറ്റ് ദ പ്രസന്റ് ഏജ് ഓഫ് സാഹിലിന്റെ പ്രസന്റ് ഏജ് എക്സ് ആയിട്ട് എടുക്കുക. സാഹിൽ ബി എക്സ്. അപ്പൊ സാഹിലിന്റെ മദറിന്റെ പ്രസന്റ് ഏജ് എന്തായിരിക്കും, പ്രസന്റ് ഏജ് ഓഫ് സാഹിൽസ് മദർ ഈക്വൽ ടു എന്താന്ന് പറയുന്നത് 3 times the present age of സാഹിലാണ്. അപ്പൊ 3x ആയി. പ്രസന്റ് ഏജ് ഓഫ് സാഹിൽ മദർ ഈസ് 3 times the present age of സാഹിൽ. സാഹിലിന്റെ ഏജിന്റെ 3 times ആണ് സാഹിലിന്റെ മദറിന്റെ പ്രസന്റ് ഏജ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടി. ഇനി ആഫ്റ്റർ 5 years their ages will add to 60s. ആഫ്റ്റർ 5 years എന്താവും രണ്ടുപേരുടെ ഏജും, ആഫ്റ്റർ 5 years സാഹിലിന്റെ ഏജ് എന്താവും, സാഹിലിന്റെ ഏജ് x+5. സാഹിലിന്റെ മദറിന്റെ ഏജ് എന്തായിട്ട് മാറി, 3x+5 ആയി. അതായത് രണ്ടുപേരുടെ വയസ്സ് 5 വർഷം കഴിയുമ്പോൾ എന്താവും, 5 കൂടും. അപ്പൊ രണ്ടുപേരുടെ വയസ്സും ഇതായി മാറി. ഇനി ഈ 2 വയസ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 66 കിട്ടുന്നതാണ് അവർ കണ്ടീഷനിൽ പറഞ്ഞത്. അപ്പൊ x+5 + 3x+5 ഈക്വൽ ടു 66 ആയി. അപ്പൊ 3x + x നമുക്ക് ഇതുപോലെയുള്ളത് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ x + 3x എന്ന് പറയുന്നത് 4x. 4x + 10 ഈക്വൽ ടു 66. 4x is equal to 66 minus 10 is equal to 56. 4x is equal to 56. X is equal to 56/4. 56/4 ആവുമ്പോൾ എന്തായി, 14. അപ്പൊ സാഹിലിന്റെ ഏജ് 14. അപ്പൊ നമ്മൾ ലാസ്റ്റ് എന്താണോ ലെഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് അത് എടുത്ത് എഴുതണം. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് സാഹിൽ എന്താണ് കിട്ടിയത്,
equal to 14. Percentage of Sahil's mother equal to എന്തായി മദറിന്റെ പെർസെൻറ്റേജ് 3 into x ആണ്. അപ്പോൾ 3 into 14. 3 into 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 42. അപ്പൊ സാഹിലിന്റെ മദറിന്റെ ഏജ് 42, സാഹിലിന്റെ ഏജ് 14. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആരുടെ ഏജ് എന്തെങ്കിലും കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവും. അപ്പൊ കമ്പയർ ചെയ്യുന്നത് ആരുടെ ഏജ് ആണോ അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടെ ഈ പ്രസന്റ് ഏജ് സാഹിലാണ് മദറിന്റെ ഏജിന്റെ 3 times പറയുന്നത്. അപ്പൊ പ്രസന്റ് ഏജ് സാഹിലാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. നമുക്ക് ഇവിടെ 1 വേരിയബിൾ അല്ലേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് എടുക്കും. ഇപ്പൊ സാഹിലിന്റെ മദറിന്റെ ഏജ് എന്ന് പറയുന്നത് 3x. പിന്നെ എന്താണ് ആഫ്റ്റർ 5 years ആഫ്റ്റർ 4 years എങ്ങനെയാണോ കണ്ടീഷൻ തന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Bansi has 3 times as many 2 rupee coins as he has 5 rupee coins. ഇവിടെ 5 rupee coinsന്റെ 3 times ആണ് 2 rupee coin എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ എക്സൈറ്റ് എടുക്കേണ്ടത്? Let the 5 rupee coin be. Let the 5 rupee coin be x. x ആയിട്ട് എടുക്കുക. അപ്പൊ 2 rupee coin എന്തായി? 2 rupee coin equal to എന്താ പറയുന്നത്? 3 times 5 rupee coin ആണ്. അപ്പൊ 2 rupee coin 3x ആയി. ഇനി എന്താണ് കണ്ടീഷൻ? If he has in all a sum of rupees 77, how many coins of each denomination does he have? അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ടോട്ടൽ അവരുടെ കയ്യിലുള്ള റുപ്പീസ് 77 ആണ്, റുപ്പീസിലാണ്. ഇത് നമ്മൾ 5 rupee കോയിന് എക്സ്. അപ്പോൾ 5 rupee കോയിന് നമ്മൾ റുപ്പീസിലേക്ക് 5x ആയി. 5 rupee കോയിൻ എന്തായി? ഈക്വൽ ടു 5x. 5 into x 5x ആയി. 2 rupee കോയിൻ എന്ന് പറയുന്നത് 2 rupee കോയിൻ എന്തായി? റുപ്പീസിലേക്ക് മാറുമ്പോൾ 2 into 3x that is equal to 6x ആയി. ഇനി ഇതിന് രണ്ടിനെയും ടോട്ടലാണ് എന്ത്? 77 rupees ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ 5x plus 6x equal to 77. It is 11x is equal to 77. X is equal to 77 by 11. 77 by 11 ചെയ്താൽ നമുക്ക് x 7 കിട്ടി. x 7 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 5 rupee കോയിൻ എന്താണ്? നമുക്ക് ഇതാണ് കാണേണ്ടത്. ഫസ്റ്റ് എടുത്ത് എഴുതിയതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 5 rupee കോയിൻ എന്ന് പറയുന്നത് 7, 2 rupee കോയിൻ എന്ന് പറയുന്നത് 3 into 7 21 ഉണ്ടാവും. എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്പർ ഓഫ് 2 rupee കോയിൻ എന്ന് പറയുന്നത് 3 into 7 എന്ന് പറയുന്നത് 21 കിട്ടും. അതുപോലെ നമ്പർ ഓഫ് 5 rupee കോയിൻ, നമ്പർ ഓഫ് 5 ഇത് എടുത്ത് എഴുതണം എന്നാലേ മാർക്ക് കിട്ടും. നമ്പർ ഓഫ് 5 rupee കോയിൻ ഈക്വൽ ടു ഇത് വരും എക്സ് തന്നെയാണ്. അപ്പം അത് 7 7ഉം 21ഉം ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ എക്സാമ്പിൾ 9 എന്നാന്നുള്ളത് നോക്കാം. ദ സം ഓഫ് 3 കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 11 ഈസ് 363. ഫൈൻഡ് ദീസ് മൾട്ടിപ്പിൾസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 കൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് 11ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? എക്സ് പ്ലസ് 11 ആയിരിക്കും. അതിനടുത്തത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 11 പ്ലസ് 11. അപ്പൊ എക്സ് പ്ലസ് 22. ഇതാണ് നമ്മുടെ ഇനിയാണ് എടുക്കേണ്ടത്. എക്സ് പ്ലസ് 11 അതായത് 11. പിന്നെ നമ്മൾ ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് എഴുതണം. ആദ്യത്തത് എക്സിന്റെ കൂടെ മൾട്ടിപ്പിൾസ് ആണ്. അടുത്തടുത്തുള്ള 3 മൾട്ടിപ്പിൾസിന്റെ സമ്മാണ് എന്തെന്ന് തന്നിട്ടുള്ളത്? 363 തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ആദ്യത്തെ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ എന്തായിരിക്കും? അതിന്റെ കൂടെ 11 ആഡ് ആയിട്ടാണ് പോവുകയാണെങ്കിൽ 2 into 11 എന്ന് പറഞ്ഞാൽ 22. ഇതിങ്ങനെ 11 ആഡ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 11. അതുപോലെ മൂന്നാമത്തെ നമ്പർ എക്സ് പ്ലസ് 22. ഇതിന്റെ മൂന്നിന്റെയും സമ്മാണ് എത്ര തന്നിട്ടുള്ളത്? 363. അപ്പൊ എക്സ് പ്ലസ് 11 പ്ലസ് എക്സ് പ്ലസ് 22 ഈക്വൽ ടു 363. 3 consecutive multiples of 11ന്റെ
സമ്മ് 363 എന്ന് തന്നിട്ടുണ്ട്. ഇനി എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 3x പ്ലസ് 33 ഈക്വൽ ടു 363. 3x നമുക്ക് x അല്ലേ കാണേണ്ടത്. 3x is equal to 363 minus 33. 363 minus 33 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 330 വരും. x is equal to 330 by 3, that is equal to 110. x 110 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത നമ്പേഴ്സ്. therefore the numbers are എന്തൊക്കെയാ വരുക? 110. പിന്നെ എന്ത് ചെയ്യുക? 110ന്റെ കൂടെ 11 ആഡ് ചെയ്യുക. 110 പ്ലസ് 11 എന്ന് പറഞ്ഞാൽ 121. ഇനി 121ന്റെ കൂടെ 11 ആഡ് ചെയ്താലും മതി. 132. അല്ലെങ്കിൽ എക്സിന്റെ കൂടെ 22 ആഡ് ചെയ്യുക. അപ്പം നമ്മുടെ നമ്പേഴ്സ് 110, 121, 132 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.